നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. AI കാലമാണല്ലോ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകളെല്ലാം തന്നെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഒരു മറൈൻ പരിശീലകയെ ഓർക്ക, അതായത് കൊലയാളി തിമിംഗലം എന്ന് വിളിക്കുന്ന ഓർക്ക കാണികളുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ജെസിക്ക റാഡ്ക്ലിഫ് എന്ന യുവതിക്ക് പസഫിക് ബ്ലൂ മറൈൻ പാർക്കിൽ ദാരുണാന്ത്യം സംഭവിച്ചെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഞെട്ടലുളവാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇതിനോടകം തന്നെ പ്രചരിച്ചത്. കാണികൾക്ക് മുന്നിൽ പൂളിൽ ഓർക്കയെ യുവതി പരിശീലിപ്പിക്കുന്നത് കാണാം. ഓർക്കയെ യുവതി ലാളിക്കുന്നത് കാണുമ്പോൾ കാണികൾ ആവേശത്തോടെ കൈയടിക്കുകയുമായിരുന്നു. പെട്ടെന്നായിരുന്നു ഓർക്ക യുവതിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ജെസിക്കയുടെ സഹായികൾ തടയാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. ഇതായിരുന്നു പ്രധാനമായും വീഡിയോകളിലൂടെ പ്രചരിച്ചത്. ലോകമൊട്ടാകെ ഈ സംഭവം വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമമായ ഇന്റർനാഷണൽ ബിസിനസ് ടൈംസ്. സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജെസിക്ക റാഡ്ക്ലിഫ് എന്നൊരു യുവതി ഉണ്ടായെന്ന് പോലും സ്ഥിരീകരിച്ചിട്ടില്ല. മറൈൻ പാർക്ക് ജീവനക്കാരിൽ ജെസിക്ക റാഡ്ക്ലിഫ് എന്നൊരാൾ ഇല്ലെന്ന് മറ്റൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തു. IBD റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പഴയ ഒരു വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി മാറ്റിയതാണെന്നാണ് കണ്ടെത്തിയത്. അതേസമയം ആർത്തവരക്തം പൂളിലെ ജലത്തിൽ കലർന്നത് ഓർക്കോയെ പ്രകോപിപ്പിച്ചെന്നും അതുകൊണ്ടാണ് യുവതിയെ കൊന്നതെന്നും ചില വാദങ്ങളും ഉയർന്നിരുന്നു. ഇതിൽ ശാസ്ത്രീയപരമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനു മുൻപ് ഓർക്കയുടെ ആക്രമണത്തിൽ മറൈൻ പരിശീലകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2010 ഫ്ലോറിഡയിൽ ഒരു ഓർക്കയുമായുള്ള ഏറ്റുമുട്ടലിൽ സീ വേൾഡ് പരിശീലകനായ ഡോൾ ബ്രോജേഴ്സ് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ടെനറൈഫിലെ മറൈൻ പാർക്കിലുണ്ടായ അപകടത്തിൽ സ്പാനിഷ് പരിശീലകൻ അലക്സിസ് മാർട്ടിനെയും മരിച്ചിരുന്നു. എന്നാലും ഈ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അത് വാസ്തവമുള്ളതല്ല എന്ന വാർത്തയാണ് വരുന്നത്. കാരണം ഈ ആർത്തവരക്തം കുടിച്ച വെയിൽ അല്ലെങ്കിൽ തിമിംഗലം അസ്വസ്ഥനായി യുവതിയെ കടിച്ചു കൊന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകളാണ് എന്ന് വ്യക്തമാകുകയാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഈ AI കാലഘട്ടത്തിൽ എന്താണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഒറിജിനെ വെല്ലുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. AI കാലത്തിന് മുൻപ് തന്നെ മറ്റു ചില വീഡിയോകൾ, പണ്ടത്തെ വീഡിയോകളൊക്കെ തന്നെ പുതിയതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല, പണ്ടത്തും പുതിയതുമായിട്ടുള്ള വീഡിയോകളെ മെർജ് ചെയ്തുകൊണ്ട് മറ്റൊരു പുതിയ വീഡിയോ ഉണ്ടാക്കി അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കാണിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെടുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമം ഒന്നടങ്കം കീഴടക്കുന്നുണ്ടെന്നാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത.